Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio. ഇന്നൊരു സിമ്പിൾ ഈവനിങ് ബ്ലോഗാണ് കേട്ടോ. ഈവനിങ് ടൈം ഒരു കാം ആൻഡ് കോസി ഫീൽ ആണല്ലേ. എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്ന് റിലാക്സ് ചെയ്യുന്നൊരു ടൈം. അപ്പോൾ ഇന്ന് ശ്രീ നേരത്തെ വന്നായിരുന്നു കേട്ടോ. ആ ചിരിച്ചതിന്റെ കാര്യം അതിനൊരു 5 മിനിറ്റ് മുന്നേ ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു എപ്പോൾ വരുമെന്ന്. അപ്പോൾ പറഞ്ഞു കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതേ കോളിംഗ് ബെല്ല് കേട്ട് ഞാൻ തുറന്നപ്പോൾ ഇതാ നിൽക്കുന്നു. അതിനാ കേട്ടോ ചിരിച്ചത്. പിന്നെ ഞാൻ മോളെ ഒരു 2:30 ആയപ്പോൾ തന്നെ സ്കൂളിൽ പോയി പിക്ക് ചെയ്തിരുന്നേ. അവർക്ക് 2:30 വരെയാണ് ക്ലാസ് ഉള്ളത്. അങ്ങനെ ശ്രീ വന്നപ്പോൾ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് കേരള സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടായിരുന്നേ വന്നതേ. അപ്പോൾ ഞാനൊന്ന് ചായയൊക്കെ ഇട്ടു. ഞങ്ങൾ 3 പേരും കൂടി ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു. പിന്നെ 3 കൂടി കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. മോള് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. പിന്നെ ഞാൻ ഇന്നൊരു സിമ്പിൾ ആൻഡ് ഈസി ഡിന്നർ റെസിപ്പി കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ഹെൽത്തി ഡിഷാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇതാ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ചൂടുവെള്ളത്തിലാണ് കേട്ടോ മാവ് കുഴയ്ക്കാറ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാ. തണുത്തപ്പോൾ കുറച്ച് ഓയിൽ കൂടി ചേർത്തൊന്ന് കുഴച്ചെടുക്കുമായിരുന്നേ. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വരഞ്ഞെടുക്കില്ലേ, അതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ടേ. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ജിഞ്ചർ ഗാർലിക് അല്ലാതെ നമുക്ക് ക്രഷ് ചെയ്തോ ആയിട്ടായാലും അങ്ങനെ ആയാലും ചേർക്കാവേ. പിന്നെ സോൾട്ടും. ഇത്രയും മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. വേറെ മസാല ഒന്നും തന്നെ ചേർക്കണ്ട. നമ്മളൊരു ഹെൽത്തി ഡിഷാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറെ ഒരുപാട് മസാലയൊന്നും ചേർക്കണ്ട. ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തൊരു ബോക്സിലേക്ക് മാറ്റിയതാണ് അടുത്ത ദിവസം എടുക്കാൻ വേണ്ടിയിട്ട്. അതങ്ങ് ഫ്രീസറിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ ഒരു സാലഡ് കൂടി റെഡിയാക്കുന്നുണ്ട്. അതിനൊരു വലിയ ക്യാരറ്റും ഒരു ക്യാപ്സിക്കവും 2 ഒനിയനും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ക്യാരറ്റ് ചെറുതായി നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ക്യാപ്സിക്കവും ഒനിയനും നമ്മൾ ഈ ചില്ലി ചിക്കനിലൊക്കെ ഇടാനായിട്ട് അരിയില്ലേ, ഒന്ന് സ്ക്വയർ ആയിട്ട്, അതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ചൊരു ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ മോള് വന്നിട്ട് കുക്കുംബർ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് കുക്കുംബറൊക്കെ തനിയെ എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോൾ അങ്ങ് പഠിക്കാനായിട്ട് വരുന്നേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ അതിനാണ് ഞാൻ എടുത്തത് കേട്ടോ വീഡിയോ. തനിയെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ആള്. പിന്നെ ഞാൻ മോളുടെ കൂടെ കുറച്ച് നേരം അവളെ പഠിപ്പിക്കാനായിട്ടൊക്കെ ഇരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോയേ. അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ആകെ ഒരു 6 ചപ്പാത്തി മതി 3 ആൾ കൂടി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതങ്ങ് റെഡിയാക്കി എടുത്തു. പിന്നെ ചിക്കൻ ഓയിലൊന്നും ആഡ് ചെയ്യാതെ എയർ ഫ്രയറിലാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചത്. ആദ്യം ഒരു സൈഡിൽ ഒരു 15 മിനിറ്റും പിന്നെ അതർ സൈഡ് ഒരു 10 മിനിറ്റ്സും അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. ഇത് പാനിൽ വെച്ചിട്ട് ഓയിലൊക്കെ കുറച്ച് മാത്രം യൂസ് ചെയ്ത് അങ്ങനെ അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് റെഡിയായ ശേഷം സാലഡിനുള്ള വെജിറ്റബിൾസും ജസ്റ്റ് ഒരു 5 മിനിറ്റ് എയർ ഫ്രയറിൽ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒത്തിരി അങ്ങ് ഒരുപാട് നേരം വെക്കണ്ട, ഒരു 5 മിനിറ്റേ വെച്ചിട്ടുള്ളേ. ഇതിനിടയിൽ ഞാൻ ദോശമാവിന് വേണ്ടിയുള്ള ഉഴുന്നും അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിയുടെ ഹാഫ് അളവിലാണ് ഉഴുന്ന്. പിന്നെ അതിൽ ഇച്ചിരി ഉലുവയിട്ട് മോർണിംഗ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതിനകത്ത് 1 കപ്പ് ചോറ് കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. അതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് കേട്ടോ നല്ല സോഫ്റ്റായ ദോശ ഇഡ്ഡലിയൊക്കെ കിട്ടുന്നത്. അപ്പം മാവ് അരച്ച് നാളത്തേക്കുള്ളത് ആ ബോക്സിലാക്കി പുറത്ത് തന്നെ അങ്ങ് വെച്ചു. ബാക്കി അതുപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്കും വെച്ചു കേട്ടോ. നാളെ ഇഡലി ഉണ്ടാക്കും, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ ഇഡലി ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിനുശേഷം നാളെ കഴിഞ്ഞ് ബാക്കിയുള്ള മാവിന് പിന്നെ അങ്ങോട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ നാളെ ഇഡലിയുടെ കൂടെ വേണ്ട സാമ്പാറിനുള്ള വെജിറ്റബിൾസും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഞാൻ കുക്കറിലേക്ക് സാമ്പാറിനുള്ള പരിപ്പാണ് എടുത്തിരുന്നത്. അതെന്താന്ന് വെച്ചാൽ നാളെ ആകുമ്പോൾ എനിക്ക് ആ കുക്കറിൽ വെച്ച് തന്നെ അതൊന്ന് വാഷ് ചെയ്ത് അങ്ങനെ തന്നെ എടുത്താൽ ഗ്യാസിൽ വെച്ചാൽ മതി. രാവിലെ എനിക്ക് വാക്കിങ്ങിന് പോകേണ്ടത് കൊണ്ട് അപ്പം വാക്കിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സാമ്പാറൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. അതിനുള്ള ടൈം അങ്ങനെ അത് എടുക്കാനും ഒന്നുമുള്ള ടൈം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തു വെച്ചത്.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. മോൾക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒന്ന് തേച്ചാട്ടോ കൊടുത്തത്. അപ്പോൾ അതങ്ങ് മൊത്തം കഴിച്ചോളും. അപ്പോൾ ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്, ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ see you soon in next video. Bye.